വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. നിങ്ങളെയൊക്കെ കണ്ട് കുറെ കാലമായി. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ ജോലി തുടങ്ങേണ്ട സമയമായി. എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുപോലെ നിങ്ങളുടെ സമയം ഞാൻ പാഴാക്കുന്നില്ല. സോ ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. ഇതാ പിടിച്ചോ, ഇതാ. എന്റെ ചെയിന്, എന്റെ പേഴ്സ്, എന്റെ വള എല്ലാം പോയി. പോലീസ്, പോലീസ്! അനങ്ങിപ്പോകരുത്, പോലീസ് എത്തിക്കഴിഞ്ഞു. താങ്ക് ഗോഡ് പോലീസ്. പോലീസ് ഈസ് ഹിയർ. ഷേർ സിംഗ്, നിയമത്തിന്റെ കാലുകളിന് നീളം കൂടുതലാണ്. ഓടരുത്. ഓടിയാൽ ഞാൻ നിന്നെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. എനിക്ക് തന്നെ റിവേഴ്സോ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എന്റെ സൂപ്പർ പവർ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? എടാ മണ്ട, സിംഹം സംസാരിക്കുമ്പോ എലികൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. തോക്കത്താ, തോക്കത്താ. ഇപ്പൊ പറഞ്ഞോളൂ, നീ തന്നെ സ്വയം ഇഷ്ടപ്രകാരം ജയിലിലേക്ക് പോന്നോ അതോ ഞങ്ങളുടെ അടുത്ത് അടിയും ചവിട്ടും വാങ്ങിച്ച് ജയിലിലേക്ക് പോകുന്നോ? എനിക്കിപ്പോ ജയിലിലേക്ക് പോവാൻ മൂടൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും മോഷ്ടിക്കാനുള്ള മൂഡിലാണ്. എന്റെ ഈശ്വരാ, ഇതെങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്റെ ക്യാരറ്റ് ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. വിത്ത് പ്ലഷർ കേട്ടോ ബോസ്. ഭീമ, നോക്കി നിൽക്കാതെ ഇടിക്കടാ അവനെ. ഓ ഓക്കേ ബോസ്. ചേട്ടാ, നിങ്ങളുടെ മീശ വല്ലാതെ വളർന്നു. ഹലോ ഷേർ സിംഗ്, അതെന്താ നിങ്ങളുടെ ഒരു പുതിയ പവർ? അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നേ പറ. ഈ കട്ടുപൊട്ട് ഉള്ളവരെ ഇവിടുന്ന് മോഷ്ടിച്ച് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. ഈ പട്ടു വളരെ നല്ലവനാണ്. ഇവനെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. ഹലോ ഷേർ സിംഗ്, ഒന്ന് പറയേ, എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ എന്റെ സീക്രട്ട് നിന്നോട് എന്തിനു പറയണം? അതായത് കാട്ടിനകത്ത് ഒരു ഋഷി ഉണ്ടെന്നും അദ്ദേഹമാണ് എനിക്ക് ഈ പവർ തന്നതെന്നും ഞാൻ എന്തിനു നിന്നോട് പറയണം? ഞാൻ ഒരിക്കലും അസത്യം നിന്നോട് പറയില്ല, ഒരിക്കലും പറയില്ല. ഇപ്പൊ ഞാൻ പോവാനുള്ള സമയമായി. എന്റെ ആൾക്കാർ ഇടി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനെങ്കിലും എന്റെ തടി രക്ഷപ്പെടുത്തട്ടെ. എടാ പിള്ളേരെ, വേഗം വിട്ടോ, വേഗം വേഗം. ഫോളോ മീ. നിക്കടാ അവിടെ. എവിടെയാ ഓടുന്നത് എല്ലാവരും? ഓ, എല്ലാവരും രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ഇനി ഞാൻ ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറ. ആ ഗുരു എവിടെയാണ്? അതെന്താണ്? ഓ, ഇവിടെ എന്തായാലും യോഗ ഗുരു ഉണ്ടായിരിക്കും. അകത്ത് പോയി നോക്കാം.
എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. എന്റെ ഇര തന്നെ തനിച്ച് ഈ സിംഹത്തിനെ തേടി വരികയാണ്. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഋഷിയെ കുറിച്ച് പറഞ്ഞാൽ ആ ബട്ടൂണ് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്ന്. അവൻ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും എന്ന് എനിക്കറിയാമായിരുന്നു. ബോസ് നിങ്ങൾ ശരിക്കും യോഗ ഗുരുവിന്റെ അടുത്ത് പോയി ശക്തി വാങ്ങിട്ട് വന്നോ? അതോ വേറെ എന്തെങ്കിലും മാജിക് പഠിച്ചിട്ട് വന്നാണോ? പറയൂ ബോസ്. ബസാറിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ മോഷ്ടിച്ചോണ്ട് വന്നത് ബോസ്? ഞാൻ ഒരു യോഗയും പഠിച്ചിട്ടില്ല, ഒരു മാജിക്കും എനിക്കറിയില്ല. ഇതൊക്കെ എന്റെ റോബോട്ടിക് ഗ്ലൗസിന്റെ പണിയാണ്. ബോസ്, നിങ്ങളെ കൈക്ക് എന്ത് സംഭവിച്ചു? പേടിക്കണ്ട പേടിക്കണ്ട, എന്റെ കൈക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാലും ഞാൻ എന്റെ കയ്യിൽ ഈ റോബോട്ടിക് ഗ്ലൗസ് ഇട്ടിരിക്കുകയാണ്. ഈ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അത് എന്റെ കയ്യിൽ കിട്ടും. ഇത് കാണാൻ ശരിക്കുള്ള കൈ പോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ മേൽ ആർക്കും ഒരു ചെറിയ സംശയം പോലും വന്നില്ല. ഞാൻ ബറ്റൂന്റെ അടുത്ത് ഒരു ഋഷിയെ പോലെ പോയി പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജിനെ പറ്റി പറയാൻ പോവാണ്. അതിന് ശേഷം അവൻ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായി മാറും. കൊള്ളാലോ കൊള്ളാലോ, വളരെ നന്നായിട്ടുണ്ട്. ഓ, ഇവിടെ ഉണ്ടോ ഗുരുജി? യോഗ ഗുരുജി, എന്റെ പേരാണ് ബട്ടു. ഞാൻ ഇവിടെ യോഗ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യോഗ പഠിക്കാം, നിനക്ക് തീർച്ചയായും യോഗ പഠിക്കാം. പക്ഷേ യോഗ പഠിക്കണമെങ്കിൽ അതിന് നിന്റെ ബോഡി മാത്രം ആക്റ്റീവായ പോരാ, അതേപോലെ നിന്റെ മൈൻഡും ആക്റ്റീവായിരിക്കണം. അതായത് ശാന്തമായിരിക്കണം. നിന്നെ കൊണ്ട് അതിന് കഴിയോ? ആ ഗുരുജി, ഞാൻ തീർച്ചയായിട്ടും രണ്ടും കൺട്രോൾ ചെയ്ത് വെക്കും. എനിക്കറിയാം. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഈ യോഗ പവർ ഉപയോഗിച്ച് നിന്റെ ജീവിതം തന്നെ ഞാൻ മാറ്റിമറിക്കാൻ പോവാണ്. നിന്റെ മൈൻഡ് ഞാൻ പവർഫുൾ ആക്കും. നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കും. അതിന് മൈൻഡ് ഉപയോഗിച്ച് കമാൻഡ് ചെയ്യണം. അവിടെ ഒരു ഫ്ലവർ വാസ് ഇരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ എന്റെ മൈൻഡിലുള്ള പോസിറ്റീവ് തിങ്കിങ് ഉപയോഗിച്ച് ഞാനിപ്പോ കമാൻഡ് ചെയ്യാൻ പോവാണ്. ഹേ ഫ്ലവർ വാസ്, വേഗം എന്റെ കയ്യിലേക്ക് വാ, വേഗം വാ. ഏതോ വന്നു. സൂപ്പർ. വാവ്, ഇതാണ് യോഗ പവറിന്റെ മാജിക്. നിന്റെ മനസ്സ് സ്ട്രോങ് ആക്കി മൈൻഡ് കൊണ്ട് കമാൻഡ് ചെയ്യണം. അപ്പോഴാണ് നീ വിചാരിക്കുന്നത് ഒക്കെ എളുപ്പത്തിൽ നടക്കൂ. പോസിറ്റീവ് തിങ്കിങ്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർമ്മിരിക്കട്ടെ, നീ ഇത് മുഴുവൻ പഠിച്ചു കഴിയുന്നത് വരെ ആരോടും ഈ കാര്യം പറയാൻ പാടില്ല. ഒരാളോട് പോലും പറയരുത്, ആരോടും പറയരുത്. നിന്റെ സുഹൃത്തായാലും പറയരുത്. അത് മാത്രം ഓർമ്മിരിക്കട്ടെ. നീ ആരോടും പറയില്ല അല്ലേ? തീർച്ചയായിട്ടും സാർ, ആരുടെ ഞാൻ പറയില്ല. ഓക്കേ. ഇപ്പൊ ഞാൻ നിനക്ക് യോഗാസനത്തിൽ ഉള്ള ചില ആസനങ്ങൾ പഠിപ്പിച്ചു തരാം. ഇതുകൊണ്ട് നിന്റെ മനസ്സും സ്ട്രോങ് ആവും, പോസിറ്റീവ് എനർജിയും നിനക്ക് കിട്ടും. പോസിറ്റീവ്. അപ്പൊ പറ. ഷേർ സിംഗ് ഇപ്പോ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴാണ് ഷേർ സിംഗിനെ അവിടെ വെച്ച് കണ്ടത്. ഓഹോ, താങ്ക് യു വെരി മച്ച്. പക്ഷെ നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ബട്ടു, ഗുഡ് ന്യൂസ് ഉണ്ട്. ഷേർ സിംഗ് നാഷണൽ ഹൈവേയിലേക്ക് പോവാണ്. വരൂ. ഗട്ടു, ഷാർസിങ്ങിനെ നമുക്ക് പിന്നെ പിടിക്കാം. ആദ്യം എന്നെ വന്ന് റിലീസ് ചെയ്യേ. അയ്യോ, എന്റെ കണ്ണ് സബ്ജി എന്തിനാ വെറുതെ കഴിയാത്ത ആസനങ്ങളൊക്കെ ബുദ്ധിമുട്ടി ചെയ്യുന്ന സബ്ജി?
ഓഹോ എന്റെ ബട്ടു നീ എന്തായി കാണിച്ചത്? ഗട്ടു, നീ നിന്റെ ഫിറ്റ്നസിന് വേണ്ടിട്ട് എത്ര പേര് എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു? ബട്ടു വിചാരിച്ചു കുറച്ച് യോഗയൊക്കെ ചെയ്യാമെന്ന്. യോഗ ചെയ്യാണെങ്കിൽ മനസ്സും ബോഡിയും നല്ല കൂളാകും. ഓ പിന്നെ ബോഡിയൊക്കെ നമുക്ക് പിന്നെ കൂളാക്കാവന്നേ. ഇപ്പൊ നമുക്ക് പോയി ഷേർസിങ്ങിനെ പിടിക്കണം. ടൈം വേസ്റ്റ് ചെയ്യാനില്ലെന്നേ. സാബ്ജി അവിടെ ഉണ്ട്, അങ്ങോട്ട് നോക്ക്. ബോസ് എന്തിനാ വെറുതെ നിങ്ങൾ നിങ്ങളുടെ കാലത്തിന് അടിച്ച ബോസ്? ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ എവിടെയാണ് ഉള്ളതെന്ന്. ഇപ്പൊ മാത്രമല്ലടാ, നിനക്ക് എപ്പോഴും മനസ്സിലാവില്ല ഈ ഷേർ സിംഗിന്റെ വില്ലത്തരം എന്താണെന്ന്. ഇത്രയും കാലം ഒപ്പം ഉണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരിപ്പോ ഞാൻ ചെയ്ത പ്ലാനിൽ വന്ന് കുടുങ്ങാൻ പോവാണ്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹലോ ബട്ടു, ഞാൻ നിന്റെ ഗുരുവാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്ന യോഗാസനമെല്ലാം നീ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആഹാന്ന് പറ. തീർച്ചയായിട്ടും ചെയ്യാം ഗുരുജി. ഓ, നീ നല്ലൊരു ശിഷ്യനാണ്. അല്ല, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? പറ ഗുരുജി, ഞാനിപ്പോ ജീപ്പ് ഓടിച്ചോണ്ടിരിക്കുക. ജീപ്പ് ഷേർസിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി, വളരെ നന്നായി. നീ പഠിച്ച യോഗാസനം ഉപയോഗിക്കാൻ ഇതാണ് കൃത്യമായ സമയം. ഞാൻ പറയുന്നത് പോലെ നീ ഇപ്പൊ ചെയ്യ. ഇപ്പൊ നീ നിന്റെ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്ക്. പിന്നെ നിന്റെ മൈൻഡ് കൊണ്ട് ശാന്തമായി ജീപ്പ് ഓടിക്ക്. നിന്റെ മൈൻഡ് പവർ കൊണ്ട് ജീപ്പ് ഓടിക്ക്. നിന്റെ ചിന്തയിൽ വേറൊന്നും ഉണ്ടാവരുത്. മൈൻഡ് കൊണ്ട് കമന്റ് ചെയ്യ. നീ മൈൻഡ് കൊണ്ട് വണ്ടി ഓട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് തന്നെ ഓടിക്കോളും. എന്തൊക്കെ ചെയ്യണമെന്ന് നീ വെറും ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുക്ക്. സ്റ്റിയറിംഗ് നീ പറയുന്നത് പോലെ അനുസരിക്കും. മനസ്സിലായോ? ഓക്കെ ഗുരുജി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. വിട്ടു. ഇനി മൈൻഡ് പവറിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പോവാ. ലെഫ്റ്റിലേക്ക് പോ. റൈറ്റ് അല്ല, ലെഫ്റ്റിലേക്ക് പോ. ലെഫ്റ്റ്. മുമ്പിൽ വണ്ടി വരുന്നത് നോക്ക്. ലെഫ്റ്റിൽ പോ. ഓ തലയ്ക്ക് വല്ല വെളിവുണ്ടോ? ബട്ടു നീ എന്തായി കാണിക്കുന്നത്? ലെഫ്റ്റിലേക്ക് തിരിയേ. ലെഫ്റ്റിലേക്ക് തിരിയല്ലോ പറഞ്ഞേ. ബട്ടു കണ്ണും പൂട്ടിയാണോ വണ്ടി ഓടിക്കുന്നത്? ഓ എന്റെ ബട്ടു നീ എന്തായി കാണിക്കുന്നത്? സ്റ്റെയറിംഗ് വീലിൽ പിടിക്കുക. സ്റ്റെയറിംഗ് അതല്ലേ പിടിച്ചോണ്ടിരിക്കുന്നത്. ജീപ്പിന്റെ മൈൻഡ് പവർ കൊണ്ടാണ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇത് യോഗ ആൻഡ് മൈൻഡ് പവറിന്റെ കോമ്പിനേഷൻ ആണ്. നോക്ക്, നമ്മൾ ഏതെങ്കിലും വണ്ടിയിൽ പോയി ഇടിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്താണ്? ബട്ടു ദാ കണ്ടില്ലേ, സ്റ്റെയറിംഗ് തിരിക്ക്. ഇതാണ് പരീക്ഷണം. നീ സ്റ്റിയറിംഗ് പിടിക്കാനേ പാടില്ല. സ്റ്റിയറിംഗ് പിടിക്കാതെ നിന്റെ മൈൻഡ് കൊണ്ട് കമാൻഡ് ചെയ്യേ. പറ. ജീപ്പ് ഇവിടെ നിക്ക്. ഞാൻ പറഞ്ഞില്ല ഇവിടെ നിക്കാൻ. നിക്ക്. ഗട്ടു, ഇത് നിക്കുന്നില്ലടാ. സാബ്ജി, നിങ്ങൾ ഈ മഞ്ഞളിട്ട പാല് കുടിക്കൂ സാബ്ജി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ മുറിവുണങ്ങും സാബ്ജി. ബട്ടു, നിന്നെ ഏതൊരു സന്യാസി വിഡ്ഢിയാക്കി വെച്ചിരിക്കുകയാണ്. നീ അതൊക്കെ വിശ്വസിച്ചല്ലോ.
നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ലല്ലോ. അയാളാണ് ഷേർ സിംഗിനെ യോഗ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ? ഷേർ സിംഗ് എത്ര ദൂരത്തുള്ളതാണ് തന്റെ അടുത്തേക്ക് എത്ര എളുപ്പത്തിലേക്ക് കൊണ്ടുവന്നത്. കണ്ടതല്ലേ നിങ്ങള്? ഞാനതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അത് വളരെ ഈസിയായ കാര്യമാണ്. ഈ റോബോട്ടിക് ഗ്ലൗസ് കൊണ്ട് അതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ അതിനേക്കാളും നല്ല ഹൈ പവറുള്ള ഗ്ലൗസ് നിങ്ങൾക്ക് ചെയ്തു തരാം. പോരെ? ഷേർ സിംഗ് അതുകൊണ്ട് മാത്രമാണ് വെറും പുൾ ആൻഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ഞാൻ ചെയ്തു തരുന്ന ഗ്ലൗസ് കൊണ്ട് നിനക്ക് മനുഷ്യനെ പോലും പുൾ ആൻഡ് പുഷ് ചെയ്യാവുന്നതാണ്. എന്ത് പറയുന്നു? ഇപ്പം ദേ ഇങ്ങോട്ട് നോക്കൂ. കാലക്ക് കളഞ്ഞല്ലോ പ്രൊഫസർ. ഇത് ഭയങ്കര പവർഫുൾ ആണല്ലോ. ബട്ടു, നിന്നെ ഷേർ സിംഗ് പറ്റിച്ചതാണ്. അയാള് പകരം വീട്ടാൻ നോക്കിയതാ. അയാളെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അയാളെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ബട്ടുവിന്റെ ഉള്ളിലുള്ള ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു അവൻ ഹൈവേസിൽ നിന്ന് ജംഗിളിലേക്കായിരിക്കും ഓടിയിട്ടുണ്ടാവുക. അവൻ ജംഗിളിലാണെങ്കിൽ അവന് നല്ലോണം വിശപ്പുണ്ടായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രിക്ക് കൊണ്ട് അവൻ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ജിലേബി റെഡി. ഓക്കെ ബട്ടു, ഇനിയിപ്പൊ ഞാനൊന്നും ചെയ്യാനില്ല. ഇപ്പോ അയാള് വരേണ്ട സമയമായി. ബോസ് ബോസ്, എത്ര നല്ല മണമാ വരുന്നത് ബോസ്. ജിലേബി മണക്കുന്നു ബോസ്. എനിക്ക് തോന്നുന്നു ഈ കാട്ടിൽ ആരോ ജിലേബി ഉണ്ടാക്കുന്നുണ്ടെന്നാ. വരൂ പോയി നോക്കാം ബോസ്. നന്നായി വിശക്കുന്നുണ്ട് ബോസ്. ഇങ്ങനത്തെ സമയത്ത് ജിലേബി കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷാവും ബോസ്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്കും ഇപ്പോ വിശക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തോ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് മണമൊന്നും വരുന്നില്ലല്ലോ. അതെ അതെ, നല്ല മണം, നല്ല മണം. ഈ കാട്ടിന്റെ അകത്ത് ആരോ ജിലേബി ഉണ്ടാക്കുന്നു. വാ പോയി നോക്കാം. വയറ് നിറയെ കഴിച്ചിട്ടും വരാം. ഇതാ ഇവിടെ ഉണ്ട്. കണ്ടോടാ, ദൈവം നമ്മുടെ വിശപ്പറിഞ്ഞ് അയച്ചിരിക്കുകയാണ്. വാ പോവാം. ഹലോ ജെന്റിൽമാൻ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാനാണ് ഷേർ സിംഗ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ് പറയാറ്. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്തേക്ക് പോ, പുറത്തേക്ക് പോ. വേഗം വേഗം വേഗം, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. Allow me to introduce ourselves, Mr. Sher Singh. അല്ല, അപ്പൊ വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഗട്ടു ബട്ടു ആണോ ബോസ്? വായടക്കടാ മണ്ട, വായടക്ക്. നീ എന്റെ സൈഡാണോ അല്ലെങ്കിൽ അവന്മാരുടെ സൈഡാണോടാ? ഷേർ സിംഗ്, നിന്റെ അതേ ഗുരുവിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ യോഗ പഠിച്ചത്, മനസ്സിലായിക്കോ? ഇപ്പൊ നോക്കി ബട്ടു എന്താ ചെയ്യാൻ പോന്നെന്ന്. ഇല്ല, എന്റെ ഐസ്ക്രീം എനിക്ക് വേണം. എന്റെ ഐസ്ക്രീം നക്കി തീർക്കല്ലേടാ. ഐസ്ക്രീം തരാതെ എന്നെ പറ്റിക്കാൻ നോക്കാനല്ലേ? ഞാൻ അതിന് സമ്മതിക്കില്ല. നീ എന്താ വിചാരിച്ച നിന്റെ അടുത്ത് മാത്രമേ റോബോട്ടിക് ഗ്ലൗസ് ഉണ്ടാവുള്ളൂ? ഞങ്ങളുടെ അടുത്ത് എന്താ ഉണ്ടാവില്ലേ? അപ്പൊ അതാണോ കാര്യം? ഓ, എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ. എടാ, ഒന്ന് വേഗം പോയി വണ്ടിയുടെ ഉള്ളിൽ ഐസ്ക്രീം എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കി എടുത്തിട്ട് വാടാ. പോ, ഒന്ന് വേഗം. യെസ് ബോസ്. ഞാനിത് കഴിച്ചു കഴിയുന്നവരെ നിങ്ങൾ പോയി അവരെ അടിച്ച് പഞ്ചറാക്കി. വേഗം പോ. ഐസ്ക്രീമേ ഇങ്ങോട്ട് വാ. എന്റെ അടുത്തേക്ക് വാ, വാ.
ടേസ്റ്റി അത് ആണ്. എന്റെ അടുത്താണ് വരിക. ഏയ്, നിക്ക് നിക്ക് എന്റെ അടുത്ത് വാ. അനങ്ങിപ്പോകരുത്. ഹാൻഡ്സ് അപ്പ് ഷേർ സിംഗ്, യു ആർ അണ്ടർ അറസ്റ്റ്. No. ആഹാ എന്തൊരു നല്ല ടേസ്റ്റ്, ആഹാ എന്തൊരു നല്ല രുചി. No, 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 no. നിങ്ങൾ കാരണമാണ് എന്റെ ഐസ്ക്രീം എനിക്ക് കിട്ടാതെ പോയത്. ഷേർ സിംഗ് എന്താണ് ഈ ചെയ്യുന്നത്? വേണ്ട. ഒരു ഐസ്ക്രീമിന് വേണ്ടിയാണോ ഇൻസ്പെക്ടറെ എന്നെ ഇങ്ങനെ ഇട്ട് തല്ലുന്നത്? വേണ്ട. ഓ ഷേർ സിംഗ്, പോ. ആ ചല്, പോ. താഴെ ഇറക്കല്ലേ. ചല് ക്രൊക്കഡൈൽസിലൂടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോ. Help me. മന്മാനി സാറേ, എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ. എന്നെ അറസ്റ്റ് ചെയ്യൂ. പ്ലീസ് പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യൂ. കട്ടു പട്ടു, സോറി. ഞാൻ തന്നെ ഇപ്പൊ നല്ല വിഷമിലാണ്. എനിക്ക് ഈ ക്രോക്കോഡൈൽസ് ഇറയാവാൻ താല്പര്യമില്ല. ഷേർ സിംഗ്, ജയിലിൽ പോകുന്നതിന് മുമ്പ് വയറ് നിറച്ചും കഴിച്ചോ. ഞങ്ങൾക്ക് ആരെയും വിശപ്പോടെ കാണാൻ താല്പര്യമില്ല. ഷേർ സിംഗ്, നിനക്ക് എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. കാരണം ഇതൊന്നും ജയിലിൽ എനിക്ക് കിട്ടിയെന്ന് വരൂല. ചമ്മക് സിംഗ്, ചായ തരൂ. ഇപ്പൊ കൊണ്ടുവരാൻ സാറേ. ചായ എനിക്കിപ്പോ വേണ്ട. എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും വേണം. ചായ നിനക്കല്ല, എനിക്കാണ്. നിനക്ക് ഞാൻ ജയിലിൽ വെച്ച് ചായ തരുന്നുണ്ട്. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. നിക്ക് ബോസ്, ഞങ്ങളുണ്ട്. എനിക്കിതോ.